അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പൊന്നാനി ഹാർബറിലേക്കാണ്. അപ്പം നമുക്ക് ഹാർബർ കാണാത്തവർക്കായിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. കണ്ടവർക്കും കാണാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായി ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കാം, പരമാവധി ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുക, ലെങ്ത് ഉണ്ടാവും. ഓക്കെ, ഇതാണ് എൻട്രി. ഇന്ന് ഇന്ന് വൈകിട്ടാണ്, എല്ലാവരും പോയി വന്ന് കിടക്കുകയാണ്. ബോട്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ഇതാണ് ഇവിടെ വെച്ചിട്ടാണ് ലേലം വിളിയൊക്കെ നടക്കുക. മീൻ ഇപ്പോൾ ഞണ്ടൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു, ഒരുപാട് അവിടെ കണ്ടിരുന്നു. ഞണ്ടായിട്ടൊക്കെ ആളുകൾ പോയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ടുകൾ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാണും. ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം, കുറച്ച് പരിപാടി ഉണ്ടാക്കി എനിക്ക് വരും. ചെറിയൊരു എഡിറ്റിംഗ് ഉണ്ട്. ഓക്കെ, എന്താ മക്കൾ, എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അപ്പോൾ ഇനി ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. പണിക്കാരായിട്ട് ചർച്ചയാണ്. ബംഗാളികളൊക്കെയാണ് പണിക്ക് വന്നുള്ളത് ബോട്ടിൽ. നേരത്തെ എണീച്ച് ചെത്തരെ 5 മണിക്ക് പുലർച്ചെ 4 മണിക്കൊക്കെ പോകേണ്ട ആൾക്കാരൊക്കെ ഇപ്പോൾ 7 മണിക്കത്ര വരുന്നത്. അപ്പോൾ അതിൻ്റെ ചർച്ചയിലാണ്. ഇപ്പോൾ ഇവിടെ 2-3 ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്. കൊളുത്തോ ഇല്ലയെന്നറിയില്ല. കൊളുത്തോർക്കും അല്ലേ? പിന്നെന്താ, എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? വേറെന്താ വിശേഷങ്ങളൊക്കെ?
ഇപ്പോൾ ഇതാണ് പൊന്നാനി ഹാർബറിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ. എന്താ പറയുക, മീൻ കിട്ടുമോ? കിട്ടും. പിന്നെന്താ വേറെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. വേറെന്താ, ഇവിടെ ഒരു പുലർച്ചെ ഒരു 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാവും. കാണാൻ കാഴ്ചകൾ, ബോട്ടെടുത്ത് പോണവരും അതുവരെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പം അങ്ങനെയാണ്, ഒരുപാട് ബോട്ടുകളുണ്ട് സൈഡായി കിടക്കണ്. ആയിക്കോട്ടെ, എന്നാൽ നിങ്ങൾ നടന്നു കാണാൻ ഞാൻ അത് വരും. ചെറിയൊരു പരിപാടി ഉണ്ട്. ഓക്കെ, പറഞ്ഞ പോലെ. എന്താ മക്കൾ ഉറങ്ങിയാ? അപ്പോൾ ഇനിയുണ്ട് പല ഐറ്റംസ് വരാനുണ്ട്. നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുക. അടിപൊളി ഐറ്റംസ് ഇനി വരാൻ എടുക്കണുള്ളൂ. ഇനിയും സൂപ്പർ സാധനങ്ങളൊക്കെ വരാനുണ്ട്. ഇത് കണ്ട, ഒറ്റക്ക് ഒരാൾ ബോട്ടേറ്റ് പോണ്. അത് നല്ല കാഴ്ചയാണ്, കണ്ട നല്ല വൈബാണ്. ശരിക്കും അതിനൊക്കെ 1 മില്യൺ കിട്ടേണ്ട സംഭവം. ഇതെന്താ സൗരഗാംഗിരിയ നഗര സലീത എന്തൊക്കെ തിരിയണില്ല. അപ്പോൾ ഓക്കെ, പിന്നെന്താ വേറെ വിശേഷങ്ങളൊക്കെ? കരയോടെ അടുപ്പിക്കുന്നുണ്ട് സംഭവം. നല്ലൊരു വൈബാണ് ആ കാണുന്നത്. ഒരു എന്താ പറയുക, നൊസ്റ്റാൾജിയ എന്ന് പറയും. അതാണ് എൻ്റെ ഇതിൽ കഴിഞ്ഞിട്ടാണ്. നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. അത് വീണ്ടും താത്താരൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇപ്പുറത്തുനിന്ന് പോയേക്കാം. ഇവിടെ കുറേ ലോറികളൊക്കെ കൊടുന്നിട്ടുണ്ട്, മീനൊക്കെ കൊണ്ടുപോകാനും ഇറക്കാനും ഇതിനൊക്കെ കയറ്റുമതിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയേക്കാം. മറ്റേ നമ്മളെ ബോട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കണതൊക്കെ. വല മുറിഞ്ഞതും വല മുറിയാത്തത്, എൻജിനും വയറും അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ വണ്ടികൾ ഇട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയൊക്കെ അങ്ങനെ ഉണ്ട്. വേറെ എന്താ, അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണും. ഞാൻ ചെറിയൊരു തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. ഇതാ വരുന്നത്, നിങ്ങളൊക്കെ ഒന്ന് കറങ്ങിക്കാണോ? ഓക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് പൊന്നാനി ഹാർബറിലെ കാഴ്ചകൾ. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പൊന്നാനി ഹാർബറിലെ കാഴ്ചകളൊക്കെ. എന്താ പറയുക, കർമ്മ റോഡുണ്ടല്ലോ, കർമ്മ റോഡിൻ്റെ അടുത്താണ് ഹാർബർ വരുന്നത്. ഹാർബറിൽ നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു പാലം കയറി കഴിഞ്ഞാൽ നേരെ കർമ്മർക്കാണ് പോണത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോ കർമ്മയ്ക്കും പോവാം, ഒന്ന് വിശാഖുണ്ടെങ്കിൽ. മത്സ്യ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. പുലർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ കാണാനും ഭയങ്കര രസമാണ്. അപ്പോൾ 6 മണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ബോട്ടുകൾ തിരിച്ചെത്തും മീനുകളൊക്കെ ആയിട്ട്. അപ്പോൾ ലേലംവിളി ഇതൊക്കെ കാണാൻ ഭയങ്കര വൈബാണ്, സെറ്റാണ്. ഒരു കൊട്ട ചെമ്മീനൊക്കെ 3000 4000 അത്യാവശ്യം 10-15 കിലോനൊക്കെ ഉണ്ടാവും. ഈ 15 അതിൻ്റെ മേലൊക്കെ ഉണ്ടാവും. മത്തി, അയില, ചാള, ഏട്ട, ആവൂലി, അയക്കറ, അങ്ങനെ പലതരം മീനുകൾ. കല്യാണ പരിപാടികൾക്കൊക്കെ എല്ലാവരും ഇങ്ങോട്ട് വരും. ഒരു കൊട്ട മീനൊക്കെ എടുത്ത് കൊണ്ടുപോകും. ഇപ്പോൾ റേറ്റ് കുറവാകും, 2000 1500 ആ റേഞ്ചിലൊക്കെ വില. മീനെങ്ങനെ കുറയണം അതേ അനുസരിച്ചിട്ടാവും വില കുറയുക. അപ്പോൾ അങ്ങനെയാണ്. ഒരു 4-5 ആളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഒരു 5-10 ആൾക്കൊക്കെ മീൻ കൊണ്ടുപോവുക. ഇത് ഒരാളത്തിൽ എല്ലാം വിളിക്കുന്നു. ഇതിനൊക്കെ ആകെ 1000 റുപ്യൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും പങ്കിട്ടെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റാവും. നല്ല ഫ്രഷ് ഞണ്ടാ പോകണം കേട്ടോ. നല്ല ഫ്രഷ് ഞണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞണ്ട് ചാകരയാണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി ഒരുപാട് അപ്പുറത്തൊക്കെ കാണാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇതിൽ ഒതുക്കുക, കാരണം 10-13 മിനിറ്റൊക്കെ ഉണ്ടാവും ലെങ്ത്ത്. അപ്പോൾ കൂടുതൽ ലെങ്ത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ കാണാണ്ടാവും. ഇത് പിന്നെ എല്ലാവരും കാണും എന്നൊക്കെ നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വിടുന്നത്. വേറെ എന്താ വിശേഷങ്ങളൊക്കെ? അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെയുണ്ട്. ഉഷാറല്ലേ? അപ്പോൾ ആളുകൾ കുറഞ്ഞു വരികയാണ്. കുറച്ച് കഴിഞ്ഞാലൊക്കെ ആളുകൾ കൂടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്താ വിശേഷങ്ങളൊക്കെ? അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ പൊന്നാനിൽ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഇതുവഴിയൊക്കെ വരുമ്പോൾ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഇവിടെയൊക്കെയാണ് എന്തായാലും വിളിക്കുന്നുണ്ട് ചെറിയൊരു ടീം. ഏകദേശം കഴിഞ്ഞ് വന്നിരിക്കണ്. അപ്പോൾ എന്നാൽ പറഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എൻട്രി. ഞാൻ അപ്പോൾ തിരിച്ച് പോവാണ്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളും, ഇവിടെ കുട്ടികളൊക്കെ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങൾ സ്ഥിരമായിട്ട് രാത്രിയൊക്കെ ഈ ഭാഗത്തേക്ക് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ നേരെ കർമ്മയ്ക്കാണ് പോകാറ്. കർമ്മത്തിന് തൊട്ടപ്പുറത്തെ ഒരു പാലം കയറി കഴിഞ്ഞാൽ കർമ്മയ്ക്ക് പോകാനൊരു പാലമുണ്ട്, എളുപ്പമാണ്, നേരെ അവിടെയെത്തും. അപ്പോൾ എല്ലാവരും കൂടുതൽ ആൾക്കാരൊക്കെ ഫുൾ അവിടെയാണ്, കർമ്മയിലാണ്. അപ്പോൾ വേറെ എന്താ, അതാണ് എൻട്രി. ഇതൊരു പാസ് ഉണ്ട് ഇവിടെ എന്ന് തോന്നുന്നു. അവർ കാര്യമൊന്നും 10 രൂപ ഉറുപ്പുള്ളൂ ബൈക്കിന് പോകാൻ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ ഞാൻ ഒന്നും പൈസ കൊടുത്തിട്ടൊന്നുമില്ല, പോയി പണിയാക്കാൻ പറയും, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടുന്ന് അപ്പോഴത്തേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയൊരു പാലമുണ്ട്. ഇത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മളെ കർമ്മ റോഡ്, കേരളം മൊത്തം ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന കർമ്മ റോഡ് കാണാം. അതിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ നല്ല വൈബാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഓക്കെ, ബൈ, സി യു അഗൈൻ.